നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ചേർത്തല സംസ്കാരയുടെ നേതൃത്വത്തിൽ മാധ്യമ സെമിനാറും സാഹിത്യ സംഗമവും നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിൽ നടന്ന മാധ്യമ സെമിനാറും സാഹിത്യ സംഗമവും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നായർ സമുദായത്തിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളും ഉണ്ണു നമ്പൂതിരി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളുമെല്ലാം ഈ കേരളത്തിലുണ്ടായി എന്നുള്ളതും ചേർത്ത് വെച്ച് പറയേണ്ട കാര്യം തന്നെയാണ്. അതെല്ലാം പറയുമ്പോഴും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നമനം അല്ലെങ്കിൽ ഉന്നം എന്നത് സമൂഹത്തിൻ്റെ പരിഷ്കരണം തന്നെയായിരുന്നു. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഴക്കയങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്, സമൂഹത്തെ പരിഷ്കരിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആയി. അടിച്ചമർത്തപ്പെട്ട ജനതയുടെ നാക്കായി വാക്കായി വേറെ ഒന്നും ഉണ്ടാവുകയില്ല എങ്കിൽ നമ്മൾക്ക് തന്നെ നാക്കും വാക്കും ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സാധുജന പരിപാലനി അടക്കമുള്ള ഈ പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിൽ ഉദയം ചെയ്തത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെയും മാധ്യമപ്രവർത്തനത്തിൻ്റെയും കരുത്ത് ഈ പറയുന്ന കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുമാരനാശാൻ പതിറ്റാണ്ടുകൾക്കപ്പുറത്തുനിന്ന് എഴുതിയത്, മുറിവേൽപ്പിക്കലും ദൂർത്തർ പത്രം ചുട്ടുകരിക്കലും മുഷ്കിന് കീഴ്പ്പെടാതെ മരിപ്പോളം ത്വരിക്കുവിൻ എന്ന്. മലയാള മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഈടുറ്റ ഒരു കരുത്തുറ്റ ഒരു ബലമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായി അത് മാറുകയായിരുന്നു. സംസ്കാര പ്രസിഡന്റ് ഗീത തുറവൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ എം മാക്കിയിൽ, വെട്ടയ്ക്കൽ മജീദ്, പ്രദീപ് കൊട്ടാരം, ബേബി തോമസ്, കെ കെ ജഗദീശൻ, ടി പി സുന്ദരേശൻ, കെ പി ജയകുമാർ, പി പി രാജേഷ്, പി ദിലീപ്, ബാലചന്ദ്രൻ പാണവള്ളി എന്നിവർ സംസാരിച്ചു. ഉല്ലല ബാബു, അഡ്വക്കേറ്റ് നിക്ലാസ്, ശിവസുധ അനുസ്മരണവും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. ചേർത്തലയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ടൈം ന്യൂസ് ചേർത്തല.